ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കോട്ടയം അടിച്ചിറയിലുള്ള ഹൊറൈസൺ മോട്ടോഴ്സിലാണ്. മഹീന്ദ്രയുടെ ഈ ഷോറൂമിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ 3XO റിവ്യൂ ചെയ്യാനായിട്ടാണ്. 3XO റെവെക്സ് എഡീഷൻ എന്നാണ് ഈ മോഡലിനെ നമ്മൾ വിളിക്കുന്നത്. ഇതിനെ ശരിക്കും നമുക്ക് 3 വേരിയൻസ് ആയിട്ടാണ് വണ്ടി വരുന്നത്. ബേസ് മോഡലായിട്ട് പറയാവുന്നത് എം വേരിയൻ്റ് ആണ്. പിന്നെ അതിന് തൊട്ട് മുകളിൽ നമുക്ക് റെവെക്സ് എം ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വേരിയൻ്റ് എന്ന് പറയുന്നത് റെവെക്സ് എം മോഡലാണ്. ഇതിനെ നമുക്ക് എം ഓപ്ഷനുമായിട്ട് ഒരു വ്യത്യാസം, ഒരു സൺറൂഫിൻ്റെ മാത്രം, സിംഗിൾ പെയിൻ സൺറൂഫിൻ്റെ മാത്രം ഒരു വ്യത്യാസമാണ് വരുന്നത്. പിന്നെ നമുക്ക് ഫുൾ ഓപ്ഷനായിട്ട് ഈ റെവെക്സിൽ പറയാവുന്നത് എ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്, റെവെക്സ് എ. അതിനകത്ത് നമുക്ക് മാനുവലും അതുപോലെ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. അപ്പോൾ പ്രൈസിലേക്ക് തന്നെ ആദ്യമായിട്ട് കിടക്കാം. GST റിഡക്ഷന് ശേഷം നല്ല രീതിയിലുള്ള ഓഫേഴ്സ് നമുക്ക് വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പറയാൻ പറ്റുന്നത് ഒരു 83,000 രൂപയുടെ പരം നമുക്ക് കുറവാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വണ്ടിക്ക് പ്രൈസിൽ വന്നിരിക്കുന്നത്. നേരത്തെ ഈ വണ്ടി നമുക്ക് ഓൺ റോഡ് 10 ലക്ഷത്തിന് മുകളിൽ നമുക്ക് കൊടുക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 9,64,000 രൂപയ്ക്ക് ഈ വണ്ടി നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. മാനുവലിൽ മാത്രമാണ് ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് എ എന്ന് പറയുന്ന ആ ഒരു വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിന് തൊട്ട് അടുത്ത മോഡലായിട്ട് വരുന്നത് നമുക്ക് എം ഓപ്ഷൻ എന്ന് പറയുന്നതാണ്. അതിന് നമുക്ക് സൺറൂഫിൻ്റെ മാത്രം ഒരു ആഡപ്പ് മാത്രം വരുന്നുള്ളൂ. അത് നമുക്ക് ഒരു 53,000 രൂപയും കൂടെ എക്സ്ട്രാ പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൺറൂഫ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10,17,000 രൂപയാണ്. എയും അതുപോലെ അതിൻ്റെ ഓട്ടോമാറ്റിക് മാനുവലും രണ്ട് മോഡൽ വരുന്നുണ്ട്. അപ്പം മാനുവൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൈസ് വരുന്നത് 13 ലക്ഷം രൂപയാണ് മാനുവലിൻ്റെ പ്രൈസ് വരുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 14,28,000 രൂപയാണ് അതിന് കോസ്റ്റ് വരുന്നത്. ഈ വണ്ടി നമുക്ക് അറിയാം, അത്യാവശ്യം നല്ല സേഫ്റ്റിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ 5 സ്റ്റാർ റേറ്റിംഗ് നമുക്ക് ഭാരത് എൻക്യാപ്പിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഫോർ വീൽസ് നമുക്ക് ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. പിന്നെ റെയർ സീറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 പേർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന ഹെഡ് റെസ്റ്റ്, അതും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കമ്പനി. പിന്നെ നമുക്ക് ഈ മോഡലിനെ കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ട കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. നമുക്ക് ബേസ് മോഡലായിട്ടുള്ള M1 എന്ന് പറയുന്ന ഒരു മോഡൽ നോർമലായിട്ട് വരുന്നുണ്ട്. നോർമൽ 3XO. അതെന്ന് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് 1 ലാഖിൻ്റെ കൂടുതലാണ് ഈ വണ്ടിക്ക് വരുന്നത്. 1 ലാഖ് നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് ആഡപ്പ് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രില്ലിൽ വരുന്നൊരു മാറ്റം വരുന്നുണ്ട്. ഡിസ്ക് ബ്രേക്ക്, അതുപോലെ സീറ്റ് ലെതർ സീറ്റ് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. റിമോട്ട് കൺട്രോൾ കീ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പുറകിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ കാം റെസ്റ്റ് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമുക്ക്. പിന്നെ ഡ്യുവൽ ടോൺ ആയിട്ട് വരുന്നുണ്ട് ഈ വണ്ടി. നമുക്ക് റൂഫ് ഫുള്ള് ബ്ലാക്ക് ആയിട്ട് ലഭിക്കും. അതൊരു സ്പോർട്ടി ലുക്കാണ്. ഇത് ബേസ് മോഡൽ വരികയാണെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ട് ലുക്കൊക്കെ നമുക്കൊരു ബ്ലാക്ക് ചെയ്തിരിക്കും ഒരു പോർഷനായിട്ട് വരുന്നത്. ഇത് നമുക്കൊരു ഇലക്ട്രിക് വണ്ടിയുടെ ഒരു ലുക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡലിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്രീമിയം ഫീച്ചർ ആയിട്ടുള്ള ലെതർ സീറ്റ്, നമുക്ക് ലക്ഷറിയിലൊക്കെ കിട്ടുന്ന ആ ഒരു സീറ്റാണ് നമുക്ക് ഈ മോഡലിൽ ലഭിക്കുന്നത്. നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ഈ വണ്ടിയുടെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അപ്പം ബേസ് മോഡൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ ടച്ച് സ്ക്രീൻ ലഭിക്കുന്നതല്ല. ഇതിനാണ് നമുക്ക് 10.25 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ലഭിക്കും. അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസും ലഭിക്കുന്നതാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് നമുക്ക് ഈ ടച്ച് സ്ക്രീനായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് സ്റ്റിയറിംഗ് തന്നെ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനിലേക്ക് തന്നെ കിടക്കാം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മോഡലിൽ നെബുല ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറാണ്. ടോട്ടൽ നമുക്ക് 5 കളേഴ്സ് അവൈലബിൾ ആണ്. റെഡ് ഉണ്ട്, ഗ്രേ, പിന്നെ ബ്ലാക്ക്, അതുപോലെ വൈറ്റ്, നെയ് ബ്ലൂ. ഇനി നമുക്ക് ഫ്രണ്ട് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമുക്ക് പാർക്കിംഗ് ഓപ്ഷനിൽ നമുക്ക് ലൈറ്റ് ഇങ്ങനെ നമുക്ക് ഓണാക്കി ഇടാൻ പറ്റും. അപ്പം ഒരു DRL എന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഹലോജനായിട്ടാണ് ഹെഡ് ലാംപ്സ് വരുന്നത്. പിന്നെ നമുക്ക് ഫോഗ് ലാംപ്സിനൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് വേണം അഡീഷണൽ ആയിട്ട് ഫോഗ് ലാംപ്സ് ആഡപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനെ എടുത്തു പറയേണ്ട ഈ മോഡൽ ഈ ഗ്രില്ലിനെ കുറിച്ചാണ്. ബോഡി കളേർഡായിട്ട് വരുന്ന ഈ ഗ്രില്ല് നമുക്ക് നോർമലായിട്ടുള്ള 3XO വേരിയൻസ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ബ്ലാക്ക് കളറായിട്ട് ആയിരിക്കും ഗ്രില്ല് വരുന്നത്. ഇത് നമുക്ക് റെവെക്സ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ എഡീഷൻ ആയതുകൊണ്ട് നമുക്ക് ബോഡി കളേർഡ് ഒരു SUV നമുക്ക് ഇലക്ട്രിക് ടൈപ്പ് ഒരു വണ്ടിയുടെ ഒരു ഫീലിംഗ് നമുക്ക് ഈ ഒരു രീതിയിലൂടെ നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് നമുക്ക് SUV 400 ഒക്കെ ഒരു ഗ്രില്ല് വരുന്ന രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു പാറ്റേൺ ഡിസൈൻ നമുക്ക് കാണാം. അതും അട്രാക്റ്റീവാണ്. അത് കണ്ടിന്യൂ ചെയ്ത് താഴേക്കും വരുന്നുണ്ട്.
ഈ ലൈറ്റ് നമുക്ക് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, താഴെ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു സി ടൈപ്പ് ഒരു ലൈറ്റിംഗ് ആണ് അവിടെ വരുന്നത്. പിന്നെ നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ എയർ ഡാംപ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. താഴെ നമുക്ക് ഒരു സിൽവർ സ്ട്രിപ്പ് ലൈറ്റ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ കമ്പനി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ട് വരുന്നത്. പിന്നെ നമുക്ക് ബോണറ്റിൽ 2 ക്യാരക്ടർ ലൈൻസ് സെൻറ്ററിൽ വരുന്നുണ്ട്. വണ്ടിയുടെ ഡയമെൻഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് 3990 mm, അതായത് 4 മീറ്ററിൽ താഴെ നമുക്ക് ലെങ്ത് വണ്ടിക്ക് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വിട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1821 mm വിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഹൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 165 സെൻറ്റിമീറ്ററിൻ്റെ ഹൈറ്റും വണ്ടിക്ക് വരുന്നുണ്ട്. നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരികയാണെങ്കിൽ സൈഡ് പോർഷനിൽ നമുക്ക് ഇവിടെ ഒരു ക്യാരക്ടർ ലൈൻസ് താഴേക്ക് വരുന്നതായിട്ട് കാണാം. ORVMസിൽ തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവൽ ടോൺ രീതിയിലാണ് നമുക്ക് ടോപ്പിൽ ബ്ലാക്ക് ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ റെവെക്സിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് സൈഡിൽ കാണാം. ഈ ഭാഗവും നമുക്കൊരു ഗ്ലോസി ഫിനിഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ബോഡി കളേർഡ് തന്നെയാണ് വരുന്നത്. ഈ ഭാഗമൊക്കെ നമുക്ക് ബ്ലാക്ക് കളർ തന്നെ കിട്ടുന്നുണ്ട്. ആ പറയുന്ന നമുക്ക് ക്യാരക്ടർ ലൈൻസ് ഈ സൈഡിലേക്ക് വന്നിട്ട് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് ബാക്കിലേക്ക് ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ നമുക്ക് പ്രത്യേകം പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഇതിന് കൊടുത്തിട്ടുണ്ട്. അത് അട്രാക്റ്റീവായിട്ട് തന്നെ തോന്നുന്നു. താഴെ നമുക്ക് ആ ഒരു പോർഷൻ കാണാം. പിന്നെ വീൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മോഡൽ നമുക്ക് സ്റ്റീൽ വീൽസ് തന്നെയാണ് ലഭിക്കുന്നത്. ഫുൾ ഓപ്ഷനിലേക്ക്, അതായത് എ എന്ന് പറയുന്ന ആ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് കിട്ടുന്നതാണ്. ടയറിൻ്റെ സെക്ഷൻ 205 65R16 ആണ്. നമുക്കൊരു 47,000 രൂപ കൊടുക്കുകയാണെങ്കിൽ 4 ടയർ നമുക്ക് അതുപോലെ അലോയ് വീൽസ് കമ്പനി തന്നെ ഡുവൽ ടോൺ ആയിട്ട് വരുന്ന ഡയമണ്ട് കട്ട് അലോയ് വീൽസ് നമുക്ക് കമ്പനി തന്നെ ഇട്ട് തരുന്നതാണ്. 47,500 മറ്റോ ആണ് റേറ്റ് വരുന്നത്. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ആഡപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് പിന്നെ നമുക്ക് ഫ്രണ്ടിൽ മക്ഫോർഷിൻ്റെ ഒരു സസ്പെൻഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 4 ടയറിലും ഡിസ്ക് ബ്രേക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ടയറിലും കമ്പനി ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബേസ് മോഡലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീച്ചർ ലഭിക്കുന്നതല്ല. പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ്സ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സൈഡ് ലുക്കിൽ വരുന്നത്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു സി ഷേപ്പിൽ വരുന്ന ഒരു ടെയിൽ ലൈറ്റ്സ് കാണാം. അതിനകത്ത് തന്നെ നമുക്ക് റിവേഴ്സ് ലൈറ്റും അതുപോലെ ബ്രേക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാവുന്നത് ബാക്കിൽ വൈപ്പേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്പർ പ്ലേറ്റ് LED തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. പലരും അത് ഹാലോജനിലേക്കാണ് ഇപ്പോഴും കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് അപ്പുറം ഇപ്പുറമായിട്ട് വരുന്നുണ്ട്. പിന്നെ താഴെ നമുക്കിവിടെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിൽവർ ഫിനിഷ് നമുക്ക് ഇവിടെ ഈ സൈഡിലും ആ സൈഡിലും വരുന്നുണ്ട്. നടുക്കൊരു സീറ്റ് പ്ലേറ്റും അതും സിൽവർ ഫിനിഷിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ നമുക്ക് വണ്ടിക്ക് വരുന്നില്ല. അത് വലിയ കാര്യമല്ല. 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി തന്നെ നമുക്ക് ആഡപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. ഡെലിവറി ടൈമിൽ നമുക്കൊരു 3000 റുപ്പീസും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് വരും. ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും 4 സ്പീക്കേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. അത് നമ്മളൊന്ന് ജസ്റ്റ് അത് ആഡ് ചെയ്താൽ മതി. നടുക്ക് നമുക്ക് മഹീന്ദ്രയുടെ ലോഗോയും അതുപോലെ SUV 3XO എന്ന ബാഡ്ജിങ്ങും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റെവെക്സ് എന്നുള്ള ബാഡ്ജിങ് എസ്പെഷ്യലി ഇവിടെ റെഡ് കളറിൽ ഒരു സ്പോർട്ടി ലുക്ക് തരുന്നുമുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ബാക്ക് ഡിസൈനിൽ പറയാനുള്ളത്. ഇവിടെ അതുപോലെ റെവെക്സ് എന്ന് പറയുന്ന ബാഡ്ജിങ്ങും താഴെ നമുക്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യാനുള്ളൊരു പോർഷനുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ കീൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ ഈ വണ്ടി ബേസ് മോഡലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ബേസ് മോഡൽ, അതായത് MX1 എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടില്ല. എന്ത് റിമോട്ട് കീ നിങ്ങൾക്ക് ലഭിക്കുകയല്ല. ഇതാണ് നമുക്ക് ഈ കീ. ഇവിടെ നമുക്കൊരു ഫ്ലിപ്പ് ടൈപ്പ് കീ ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. റെവെക്സ് എന്ന് പറഞ്ഞ ഈ മോഡൽ എടുക്കുന്നതുകൊണ്ട് നമുക്ക് റിമോട്ട് കീ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ തന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും അത് ലോക്ക് ആൻഡ് അൺലോക്കും കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് കൂടുതൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് വണ്ടിയുടെ അകത്തേക്ക് കയറി നോക്കാം. ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഡ്യുവൽ ടോൺ കളറിലുള്ള ഒരു ഡോർ ആണ് വരുന്നത്. നമുക്കിവിടെ വൈറ്റും അതുപോലെ ബ്ലാക്കും രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്. 2 കുപ്പി വെക്കാവുന്ന ഒരു സ്പേസും അതുപോലെ മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനും ഇവിടെ വന്നിട്ടുണ്ട്. താഴെ നമുക്ക് ഓട്ടോ ഡൗണിൻ്റെ ഒരു ഓപ്ഷനും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ലോക്ക് അൺലോക്കിൻ്റെ ഒരു ബട്ടണും അതുപോലെ മിററിൻ്റെ കൺട്രോൾസ് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സീറ്റിൻ്റെ പ്രത്യേകതയാണ്. സീറ്റ് എന്താണ്? ലെതറൈറ്റ് സീറ്റാണ് ലഭിക്കുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ കാണുന്ന ടൈപ്പ് ഒരു സീറ്റാണ് നമുക്ക് ഈ ബേസ് മോഡലിൽ തന്നെ, റെവക്സ് ബേസ് മോഡലിൽ തന്നെ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് കീ ഇടാനുള്ള ഓപ്ഷൻ ഒരു ഇലിമിനേറ്റഡ് ഒരു റൗണ്ട് കളറിൽ ബ്ലൂ കളർ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ബേസ് മോഡലിൽ തന്നെ ലഭിക്കുന്ന. റെവക്സ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ബേസ് മോഡലിൽ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടും. പിന്നെ നമുക്ക് ആഡപ്പ് ചെയ്ത് പറയാനുള്ള ഈ 10.25 ഇഞ്ചിന്റെ ഡിസ്പ്ലേയും അതുപോലെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസും 4 സ്പീക്കേഴ്സും നമുക്ക് ഈ മോഡലിൽ ലഭിക്കുന്നതാണ്. ഈ ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിന്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനും അവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഗ്ലോസി ഫിനിഷാണ് നമുക്ക് എയർ വെൻസിൽ AC വെൻസിന്റെ ചുറ്റിനും നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് AC വെൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബും കാര്യങ്ങളൊക്കെ നല്ല പ്രീമിയംനെസ് ഫീൽ നമുക്ക് കൊടുക്കുന്നുണ്ട്. സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്, ടെലിസ്കോപ്പിക് വരുന്നില്ല. നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ്മെന്റ് സ്റ്റിയറിങ്ങിൽ വന്നിട്ടുണ്ട്. വണ്ടിയുടെ ഇഗ്നീഷൻ നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം. വണ്ടിയുടെ ഇഗ്നീഷൻ ഓൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അനലോഗ് ഡിസൈനിൽ വരുന്ന RPM മീറ്ററും സ്പീഡോമീറ്ററുമാണ് കൊടുത്തിട്ടുള്ളത്. അതിനടുക്ക് നമുക്കൊരു ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ നമുക്ക് കൊടുത്തിട്ടുണ്ട് കമ്പനി. അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെട്രോളിന്റെ ലെവൽ ഇൻഡിക്കേഷനും അതുപോലെ ഓഡോമീറ്ററും പിന്നെ നമുക്ക് മൈലേജ്, നമുക്ക് ഇൻസ്റ്റന്റ് ഫ്യൂവൽ എഫിഷ്യൻസി കാണാൻ പറ്റും. അതുപോലെ ടൈം വരുന്നുണ്ട്. പിന്നെ നമുക്ക് മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ഡ്രൈവിംഗ് മോഡ്സ്, കംഫോർട്ട്, അതുപോലെ നോർമൽ, സ്പോർട്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ബട്ടൺ ഞെക്കിയാണ് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യുന്നതൊക്കെ ബട്ടൺസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അത് എളുപ്പമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അവിടെ ട്രിപ്പ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺസും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് പാസഞ്ചർ എയർ ബാഗ്സ് നമുക്ക് ഓഫ് ചെയ്ത് ഓൺ ചെയ്തിടാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഇവിടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ നമുക്ക് അതുപോലെ ടെമ്പറേച്ചറിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളുമാണ് ഇവിടെ വരുന്നത്. AC കൺട്രോൾസ്, നല്ല രീതിയിലുള്ള പവർഫുൾ ആയിട്ടുള്ള AC നമുക്ക് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഈ ഡിസ്പ്ലേയെ കുറിച്ചാണ്. നമുക്ക് ബേസ് മോഡലിൽ തന്നെ ഡിസ്പ്ലേ വിത്ത് സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച്, നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം ലഭിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് വണ്ടിക്ക് വരുന്നത്. നാവിഗേഷനും അതുപോലെ ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം റെസ്പോൺസീവ് തന്നെയാണ്. നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ ഗ്രാഫിക്സും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഫുൾ ഓപ്ഷൻ, അതായത് A വേരിയന്റിൽ വരുന്നത്. പിന്നെ നമുക്കിവിടെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു മൊബൈലൊക്കെ വെക്കാവുന്ന ഒരു പാഡ്, ഇവിടെ ഒരു സ്പേസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് USB പോർട്ടും നമുക്ക് ഇവിടെ സെൻറ്ററിൽ കാണാം. പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 6 സ്പീഡുള്ള ഒരു ഗിയർ ഇവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുപ്പി വെക്കാവുന്ന 2 സ്പേസും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഹാൻഡ് ബ്രേക്കും, ബാക്കിൽ നമുക്ക് ആംറസ്റ്റ് വിത്ത് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ചെറിയൊരു ഡിസൈൻ, നമ്മൾ ഫ്രണ്ടിൽ കണ്ട ഒരു ഡിസൈനില്ല, ബോണറ്റിന്റെ അവിടെ കണ്ട ആ ഒരു ഡിസൈൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എയർ ബാഗിന്റെ ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് പോർഷൻ ഇവിടെ വന്നിട്ടുണ്ട്. വൈറ്റ് പോർഷൻ അത്യാവശ്യം പ്രീമിയംനെസ് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട് ഇന്റീരിയറിൽ. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചൊന്ന് പാടുപെടും, അത്രേ ഉള്ളൂ. ഇവിടെ ഒരു ചെറിയ നമുക്കൊരു സ്പേസ്, ഗ്ലൗ ബോക്സിനകത്ത് എന്തെങ്കിലും സൺഗ്ലാസോ കാര്യങ്ങളൊക്കെ വെക്കാൻ നമുക്ക് ഈ ഒരു സ്പേസിൽ. പിന്നെ അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് അകത്തേക്ക് വണ്ടിയുടെ കിട്ടുന്നുണ്ട് ഗ്ലൗ ബോക്സിൽ. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് SRS എയർ ബാഗ് സൈഡിൽ കർട്ടൻസിലും വരുന്നുണ്ട്. 6 എയർ ബാഗ്സ് ആണ് വരുന്നത്. പിന്നെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന IRVMs ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇവിടെ പറയാവുന്നത് നമുക്ക് സൺബ്ലൈൻസും
ടിക്കറ്റ് ഹോൾഡേഴ്സോ മിറേഴ്സോ ഇവിടെ വരുന്നില്ല. ഇപ്പത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മിറർ വരുന്നില്ല. ഇനി സ്റ്റിയറിങ്ങിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ നോർമലായിട്ടൊരു സ്റ്റിയറിംഗ് വീലാണ്. അതിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബേസ് മോഡലാണെങ്കിൽ പോലും റെവെക്സ് മോഡൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസിൻ്റെ ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ ഒരു സ്പോർട്ടി ലുക്ക് തന്നെ നമുക്ക് MIDയിൽ ലഭിക്കുന്നുണ്ട്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് ഡിസൈൻ അതുപോലെ ബാക്കിലെ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാവുന്ന പോലെ തന്നെ 3 പേർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ഈ മോഡലിലേ ലഭിക്കുന്നുള്ളൂ. ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നടുക്കുള്ള ഹെഡ് റെസ്റ്റ് വരുന്നില്ല. അതുപോലെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പ്രീമിയം സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ലെതറൈറ്റ് സീറ്റ്സും. നടുക്ക് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നടുക്ക് നമുക്ക് ആം റെസ്റ്റ് ഉൾപ്പെടെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ AC വെൻസും റെയർ AC വെൻസും കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രീമിയം ഫീച്ചറായിട്ട് തന്നെ വേണം പറയാൻ. പിന്നെ നമുക്കിവിടെ അത്യാവശ്യം സ്പേസ്, ഇവിടെ സ്റ്റോറേജ് 2 സീറ്റിലും വരുന്നുണ്ട്. മിക്ക വണ്ടികളിലും ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിൽ മാത്രമേ ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കാണാറുള്ളൂ. പിന്നെ നമുക്കിവിടെ താഴെ കാണാവുന്ന ഒരു ചാർജിങ് പോർട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു മൊബൈൽ ചാർജിങ് പോർട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് ടൈപ്പ് സിയുടെ ഒരു പോർട്ടും കൊടുത്തിട്ടുണ്ട്. മൊബൈലൊക്കെ വെക്കാവുന്ന ഒരു ചെറിയൊരു സ്പേസും ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിൽ റീഡിങ് ലൈറ്റ്സ് കാണാം. ഹാലോജൻ ബൾബ്സ് ആണ് അത് വരുന്നത്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സീറ്റ് ബെൽറ്റ്സ് ആണ് സൈഡിൽ വന്നിട്ടുള്ളത്. 2 സൈഡിലും അങ്ങനെ തന്നെ. ഇവിടെ തന്നെ നമുക്ക് 2 കുപ്പിയൊക്കെ വെക്കാവുന്ന ഒരു സ്പേസും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഇവിടെയും കമ്പനി കൊടുത്തിട്ടുണ്ട്. പ്രീമിയം സീറ്റ്സ് തന്നെയാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. ലെഗ് റൂം ഒക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഫ്രണ്ടിലെ സീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കിലേക്ക് ഇട്ടാൽ പോലും നമുക്കിവിടെ ബാക്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ്സ് തന്നെയാണ്. ഇങ്ങനെയാണ് സീറ്റിൽ നമുക്ക് വരുന്നത്. നല്ല ഹെഡ് റൂമും ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 3 പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. ഒരു സബ് കോമ്പാക്ട് SUV ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഉയർന്നിരിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നല്ല രീതിയിലുള്ള ഒരു ക്ലോസ്ട്രോഫോബിക് എഫക്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ല. നല്ല ഓപ്പൺ ആയിട്ട് വിൻഡോസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു റൂമി ഫീൽ ലഭിക്കുന്നുണ്ട് വണ്ടിക്കകത്ത്. ഇനി നമുക്ക് വണ്ടിയുടെ മറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇങ്ങനെയാണ് നമുക്ക് ഡിക്കി ഓപ്പൺ ആയി വരുന്നത്. 60-40 സ്പ്ലിറ്റ് നമുക്ക് ബാക്കിൽ വരുന്നുണ്ട്. 364 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റിയാണ് ബാക്കിൽ വരുന്നത്. നേരത്തെ നമുക്ക് ഈ വണ്ടിയുടെ ഒരു പോരായ്മ പറയാവുന്നത് ഈ ഒരു ബൂട്ട് സ്പേസ് ആയിരുന്നു. ഇത്തവണ നമുക്കത് മാറ്റിയിട്ട് നല്ല രീതിയിലുള്ള ബൂട്ട് സ്പേസ് നമുക്ക് വണ്ടി പുതുക്കി ഇറക്കിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് സ്റ്റെപ്പിനി ടയേഴ്സ് വരുന്നത്. ആകെ ഇവിടെ ഒരു പോരായ്മയായി തോന്നിയത് നമുക്കൊരു പാർസൽ ട്രേ വരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് പാർസൽ ട്രേ ഫിറ്റ് ചെയ്യാവുന്നതാണ്. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇങ്ങനെ നമുക്ക് 60-40 സ്പ്ലിറ്റ് വരുന്നത് നമുക്ക് മറിച്ചിടാൻ പറ്റുന്നതാണ്. ഇങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൂടുതൽ സ്പേസ് ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് 1.2 ലിറ്റർ ആണ്. ടർബോ ചാർജ് മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്നാണ്, TCMPFI എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 110 PS ആണ്. 110 PS at 5000 RPM ആണ് കിട്ടുന്നത്. പിന്നെ 200 Nm ടോർക്കും വണ്ടിക്ക് ലഭിക്കുന്നുണ്ട്. അത് 3500 RPM വരുന്നു. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ടോപ്പ് എൻഡ് ആയി വരുന്ന എ മോഡലിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് TGDI എഞ്ചിനാണ് ആ വണ്ടിക്ക് ലഭിക്കുന്നത്. ഇച്ചിരി കൂടെ പവർഫുൾ ആയിട്ടുള്ള 130 PS അതുപോലെ 230 Nm ടോർക്കുമാണ് ആ വണ്ടിക്ക് വരുന്നത്. നമുക്ക് വണ്ടിയുടെ മൈലേജിനെ കുറിച്ച് സംസാരിക്കാം.
കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഒരു 18 to 20 ആണ് മൈലേജ്. നമുക്ക് റിയൽ ലൈഫിലൊരു 16-17 നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മൈലേജ് വണ്ടിക്ക് എന്തായാലും കിട്ടുന്നതാണ്. പിന്നെ പവർഫുൾ എഞ്ചിനാണ്. നമ്മൾ ടോപ്പ് എൻഡ് നോക്കുകയാണെങ്കിൽ 130 PS ഒരു പവർ ലഭിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു 110 PS ഇനഫാണ്. നോർമലായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് 110 PS തന്നെ ഇനഫാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ വീഡിയോയ്ക്കായിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബായ്.